തൃപ്പൂണിത്തുറ എൻ്റെ നാടാണ്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം. അവിടെ കെ ബാബുവിന് നിർണായകം എന്ന് മാധ്യമങ്ങൾ പറഞ്ഞിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കേസ് വിധി അത് ബാബുവിന് അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത്. സ്വരാജ് ബാബു തെരഞ്ഞെടുപ്പിൽ മതപരമായ ചിഹ്നങ്ങൾ സ്ലിപ്പിൽ അയ്യപ്പൻ്റെ ചിത്രം അത് വിതരണം ചെയ്ത് അങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നു കേസ്. പക്ഷേ അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കോടതി വിധി. പക്ഷെ സ്വരാജ് അത് അങ്ങനെയല്ല എടുത്തിട്ടുള്ളത്. കോടതി വിധി ഒരു ശരിയായ രീതിയിലല്ല വന്നിട്ടുള്ളത് എന്നുള്ള പ്രതികരണമാണ് കാണുന്നത്. അഹമ്മദ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അല്ല, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, സ്വരാജ് രാഷ്ട്രീയമായും ധാർമ്മികമായും വിജയം അർഹിക്കുന്നുണ്ടെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ സ്വരാജ് തോറ്റുപോകാൻ പാടില്ല. വ്യക്തിപരമല്ലല്ലോ മത്സരം. ആ തെരഞ്ഞെടുപ്പിൽ ഓർമ്മയില്ലേ, കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പ് പിണറായി വിജയൻ്റെ രണ്ടാം വരവ് എന്ന് പറഞ്ഞാൽ മൃഗീയമായ വലിയ പ്രതീക്ഷയോടെയും ആർക്കും തർക്കമുണ്ടായിരുന്നില്ല. അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരെ വിപരീതമായിരുന്നല്ലോ. 36 നിയമസഭാ മണ്ഡലം വെച്ച് ബാക്കി എല്ലായിടത്തും UDF ജയിച്ചതാണ് ആ ലോക്സഭാ മണ്ഡല തെരഞ്ഞെടുപ്പിൽ. അതെ, ഞാൻ പറയുന്ന ആ തെരഞ്ഞെടുപ്പിൽ അത്രയേറെ അനുകൂലമായ ഒരു ഇടതുപക്ഷ തരംഗം ഉണ്ടായിട്ട് പോലും തൃപ്പൂണിത്തുറയിൽ താരതമ്യേന ഫയർ ബ്രാൻഡ് വലിയ ഒറേറ്ററൊന്നും അല്ല ബാബുവിനാണെങ്കിൽ അതിൻ്റെ തൊട്ടുമുള്ള മന്ത്രിസഭയിൽ ആവശ്യത്തിലേറെ ദുഷ്പേര് ഇവരൊക്കെ ഉണ്ടാക്കി കൊടുത്തതാണ്. ആരോപണങ്ങൾ എമ്പാടും വന്നതാണ്. അഴിമതിക്കാരനാണ്, ബാറുകാരുടെ കാശ് വാങ്ങി, എന്തെല്ലാം ആരോപണങ്ങളാണ്. ഇത്രയൊക്കെ ആരോപണങ്ങളുള്ള ഒരാളോട് സ്വരാജിനെ പോലെ ഈ വാചകങ്ങൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട്, പിന്നെ വലിയ തീപ്പന്തമായിട്ട് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്കും സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലേക്ക് വളർന്നു വന്ന ഒരാള് എന്തേ അവിടെ തോറ്റുപോകാൻ കാരണം? മന്ത്രിയാകും എന്ന് വിചാരിച്ചിരുന്ന ആളാണ്. തീർച്ചയായിട്ടും മന്ത്രിയാകുമെന്ന് അയാൾ തർക്കമില്ല. കാരണം സെക്രട്ടേറിയറ്റിൽ ഉള്ള ഒരാള്, അത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ള കണക്കിൽ തീർച്ചയായിട്ടും ആദ്യം വരേണ്ട ഒരാളല്ലേ. വരുമായിരുന്നല്ലോ. മാത്രമല്ല, ചെറുപ്പക്കാരല്ലല്ലോ സാർ ഈ മന്ത്രിസഭയുടെ യോഗ്യത. പിണറായി വിജയനെ ചോദ്യം ചെയ്യാത്ത ഒരു വിങ് ഉണ്ടാക്കുക, അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാവുന്ന ആളുകളെ മുഴുവനും മാറ്റി നിർത്താനുള്ള തന്ത്രങ്ങളാണല്ലോ, സ്ട്രാറ്റജിയാണല്ലോ സ്വീകരിച്ചത്. അത് മാത്രമല്ല, സ്വരാജ് അത് നേരത്തെ തന്നെ ഈ യുവാക്കളുടെ സംഘടനയിൽ അവരുടെ ഉണ്ടായിരുന്ന കാലത്ത് ശരിക്കും എനിക്ക് തോന്നുന്നത് കോട്ടയം കെടങ്ങൂരുകാരനാണ്. മറ്റേ മലബാറിലേക്ക് കുടിയേറിയത്. അതെ. അപ്പോൾ അദ്ദേഹം മുമ്പ് തന്നെ മറ്റേ VS-ഉം പിണറായിയായിട്ട് വിഭാഗീയത ഉണ്ടായിരുന്ന കാലത്ത് പിണറായിയുടെ കൂടെ ഉറച്ചു നിന്ന ആളാണ്. അത് ഉറച്ചു നിൽക്കുക മാത്രമല്ല, എങ്ങനെയൊക്കെയാണോ ഒരു സീനിയർ, എന്തുമാത്രം സീനിയറാണ് VS-നെ പോലുള്ള ഒരു നേതാവിനെ എങ്ങനെയൊക്കെ അവമതിക്കാമോ അങ്ങനെയൊക്കെ അവമതിച്ച് ഗ്രൂപ്പ് കളിച്ച് അതിന്റെ ഫലം കിട്ടിയതാണ്, അതിന്റെ പ്രതിഫലം കിട്ടിയതാണ്. ഇപ്പോൾ ഈ വിഗ്രഹം ചുമക്കുന്ന കഴുത എന്ന് പറഞ്ഞൊരു ശൈലി അദ്ദേഹമാണ് കുപ്രസിദ്ധമാക്കിയത്. അതിന് VS നല്ലൊരു സമ്മാനം അദ്ദേഹത്തിന്, ഒരിക്കലും മായാത്തൊരു സമ്മാനം കൊടുത്തിട്ട്. പിതൃശൂന്യൻ എന്ന വാക്ക് ആദ്യമായിട്ട് VS പ്രയോഗിച്ചത് ഇവന്റെ നേരെയാണ്. അതൊന്ന്. വേറൊന്ന്, അദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം സ്റ്റുഡൻസ് ഈ SFIയുടെ ലീഡർഷിപ്പിൽ സ്വരാജുള്ള സമയത്താണ് ആ പെൺകുട്ടി വിവാദം ഉണ്ടാക്കി പുറത്തു പോയി പള്ളിപ്പാട്ടിന് പോയത്. ഇവന്റെ സംസ്ഥാന സിന്ധു ജോയ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പോയി. എങ്ങനെ പോയി, എന്തുകൊണ്ട് പോയി, ആര് കാരണം പോയി എന്ന് ചോദ്യമില്ല. ഈ എറണാകുളത്തെ ചമ്മണി കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണ്. എന്താ അവർക്ക് സംഭവിച്ചത്? ശരിക്കും ഇവരുടെയൊക്കെ പെറ്റായിരുന്നല്ലോ. പിണറായി വിജയൻ തൊട്ട് CPM-ന്റെ ലീഡർഷിപ്പിലുള്ള എല്ലാവരുടെയും MA ബേബിയുടെ ഒക്കെ പെറ്റായിരുന്നു. ആ കുട്ടി പിന്നെ വലിയ നിശബ്ദതയിലേക്കാണ് പോയത്. പുതുപ്പള്ളിയിൽ മത്സരിച്ച് തോറ്റുപോയി. അതോടുകൂടി എങ്ങനെയാണ് ഒരാൾ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ, രാഷ്ട്രീയം അകത്തുള്ള ഒരാൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാരിയായ ഒരു പെൺകുട്ടി എങ്ങനെയാണ് അത് നന്നേ ചെറുപ്പത്തിൽ വലിയ അംഗീകാരം കിട്ടിയ ഒരാൾ എങ്ങനെ രാഷ്ട്രീയം അവസാനിപ്പിച്ചു പോവുക? അതിൻ്റെ അത്തരം ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ചൂണ്ടിയിരുന്നത്, ആ ചോദ്യങ്ങളുടെയൊക്കെ നീണ്ടുപോയിരുന്നത് സ്വരാജിൻ്റെ നേരെയാണ്. മാത്രമല്ല, സ്വരാജ് എന്തുമാത്രം VS-ഉം പിണറായിയും തമ്മിലുള്ള ഗ്രൂപ്പ് സമവാക്യത്തിൽ അന്ധമായി VS-നെ ആക്ഷേപിച്ചുകൊണ്ട് പിണറായി വിജയൻ്റെ കൂടെ അന്ധമായി നിൽക്കുകയും അതിൻ്റെ പ്രതിഫലം പറ്റുകയും ചെയ്തു ഒരു ഭാഗത്ത്. രണ്ട്,
CPM CPI എന്ന് പറയുന്ന ഒരു ദ്വന്ദ്വം എടുത്ത് പിന്നെ ഈ CPM-നകത്ത് ഇന്ന് വരെ ഒരു നേതാവ് CPI-ക്ക് എതിരായി ആ മുന്നണിയിൽ നിന്നുകൊണ്ട് മുന്നണിയിൽ നിന്നുകൊണ്ട് നടത്തിയ അത്യന്തം അത് ജനാധിപത്യ സത്യം പറഞ്ഞാൽ മുന്നണി മര്യാദകൾക്ക് മര്യാദ ലംഘനമല്ലേ അത്. ഞാൻ പരസ്യമായി പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയാണ്. ഒരു CPI-കാരനെ കാണാം, എൻ്റെ നാട്ടിൽ നിന്ന് ഒരു CPI-കാരനെ കാണണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് തൃശ്ശൂർ എത്തണം. അവൻ്റെ നാട്ടിൽ ഇപ്പം സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ സ്വരാജിൻ്റെ നാട്ടിലൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു വലിയ തോതിൽ ഇപ്പോൾ ആ CPI ഒക്കെ വളർന്നൊക്കെ കഴിഞ്ഞൊരു ഘട്ടത്തിലൊക്കെയാണ് പറയണത്. ഇങ്ങനെ യാതൊരു മര്യാദയും കാണിക്കാതെ ആളുകളെ നിരന്തരമായിട്ട് ആക്ഷേപിക്കാൻ യാതൊരു മടിയുമില്ല. അവിടെ പെട്ടെന്നൊന്ന് കൂട്ടിച്ചേർക്കാനുള്ളത് ഇന്ന് കണ്ടൊരു കണക്കാണ്. അതായത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എല്ലാം വെച്ച് ലോക്സഭ ഇന്ത്യയിൽ 1.75% വോട്ടാണ് CPM-ന് കിട്ടിയിരിക്കുന്നത്. 0.05% ആണ് CPI-ക്ക്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരുപാടൊന്നും ഈ ധാർഷ്ട്യം വലിയേട്ടൻ തർക്കം വല്ലാതെ വേണ്ട. അതൊന്ന് സർ, സ്വരാജ് ഇന്ന് വരെ എത്രയോ കാലമായിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ആര്യാടൻ ജയിച്ചുകൊണ്ടിരുന്ന ആര്യാടൻ തന്നെ ആദ്യ ഇടതുപക്ഷത്ത് നിന്നും ഇടതുപക്ഷത്തിന് പിന്നെ UDF-ൽ നിന്നും ഒക്കെ ജയിച്ചുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടല്ലോ. കുഞ്ഞാലിയുടെ വധത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ആര്യാടന് പിന്തുണ കൊടുത്താണ് ആര്യാടൻ ആ മണ്ഡലം പിടിക്കുന്നത്. പിന്നെ UDF ആയപ്പോഴും അദ്ദേഹം ഇടതുപക്ഷത്തായപ്പോഴും ഒക്കെ ആ മണ്ഡലം നിലനിർത്തി എന്നുള്ളത് ഒഴിച്ചാൽ നിരന്തരമായി ഇടതുപക്ഷത്തെ പിന്തുണച്ച മണ്ഡലമാണത്. ഇപ്പോൾ ആ സീറ്റ് വിറ്റ് അൻവറിനെ പോലുള്ള മുതലാളിമാരുടെ കയ്യിലെത്തി എന്നുള്ളത് ഒഴിച്ചാലും ഇടതുപക്ഷത്തിൻ്റെ സീറ്റാണല്ലോ അത്. ആ സീറ്റിൽ ഒരിക്കൽ പോലും സ്വന്തം നാട്ടുകാർ ഇവനെ പരീക്ഷിച്ചിട്ടില്ല. സ്വരാജിനെ നിലമ്പൂർ മണ്ഡലത്തിൽ നിർത്തുന്നതിനെ കുറിച്ച് ആലോചന പോലും ഉയർന്നു വന്നിട്ടില്ല. വേണ്ട. മലപ്പുറം ജില്ലയിൽ ഈ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലുള്ള സ്വരാജിനെ മലപ്പുറം ജില്ലയിൽ വളരെ ശക്തമായ 2 സീറ്റ് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലുണ്ട്. പൊന്നാനിയുണ്ട്, തവനൂരുണ്ട്. ഇപ്പോൾ അവർ മത്സരിച്ച് ജയിച്ചു പിടിക്കാവുന്ന സീറ്റാണ് അപ്പുറത്തെ താനൂർ അബ്ദുറഹിമാൻ ജയിച്ച മണ്ഡലമൊക്കെ. മത്സരിച്ച് നോക്കാവുന്ന മണ്ഡലങ്ങളൊക്കെ ഉണ്ട്, പലതും ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ആയിട്ടും സ്വരാജ് അവിടെ ഒന്നും മത്സരിക്കാനൊരു സീറ്റ് പോലും ഇല്ല. തൃപ്പൂണിത്തുറ ഭാര്യ വീടാ? ഇല്ല, ഒന്നുമില്ല. തൃപ്പൂണിത്തുറയിൽ വന്ന് ഇവൻ താമസാക്കുന്നതിൻ്റെ ഒരു കാര്യം അങ്ങനെയല്ല. അതെന്താന്ന് വെച്ചാൽ അത് ചോദിച്ചത് നന്നായി. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അന്ന് ദിനേശ് മണിയാണ് നിർത്തിയിരുന്നത്, സ്വരാജിനെ അല്ല. അപ്പോൾ ദിനേശ് മണി അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് അവിടുത്തെ പാർട്ടിക്കാർക്കൊരു അഭിപ്രായം ഉണ്ടായി. കാരണം ബാബു ഈ മറ്റേ എക്സൈസ് കോഴ KM മാണി അങ്ങനത്തെ സാധനത്തിലൊക്കെ പെട്ട് കിടക്കുന്ന ഒരാളായതുകൊണ്ട് ഒരു ശക്തനായ സ്ഥാനാർത്ഥി കൊള്ളാവുന്ന ഒരാൾ വേണം എന്ന് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ചെറുതായിട്ട് എനിക്കും ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ചില പേരുകൾ പറയുന്നത് ശരിയല്ല. എനിക്ക് നല്ല പരിചയമുള്ള ജില്ലാ നേതാവ്, ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള ആൾ, ഒന്ന് തൃപ്പൂണിത്തുറയിൽ നിൽക്കുന്ന കാര്യം ബാലേന്ദ്രൻ ചുള്ളിക്കാടിനോട് സംസാരിക്കാമോ എന്നോട് ചോദിച്ചു. ഞാൻ സംസാരിച്ചു. അപ്പോൾ ബാലൻ എടുത്ത വായിക്ക് പറഞ്ഞു, എന്നെ തോൽപ്പിക്കാൻ ജനം എന്ന് പറഞ്ഞ ഡാഷ് മക്കൾക്ക് ഞാൻ അനുവാദം കൊടുക്കുകയില്ല. തനതായ ഭാഷയിൽ പറഞ്ഞു. അതെ, വാചകം മുഴുവനായിട്ട് ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അന്ന് ഞാൻ ഈ പിണറായി വിജയനെയും കോടിയേരിയെയും വിളിച്ചിരുന്നു. ദിനേശ് മണി ശരിയാവില്ല, ബാബുവിനെ തോൽപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രാജീവിനെ നിർത്തിയാൽ കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ഈ വിഭാഗീയത രൂക്ഷമായിട്ട് നിൽക്കുന്ന ഇതാണ്. അപ്പോൾ കോടിയേരി എന്നോട് പറഞ്ഞു, രാജീവിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല, കാരണം മൊത്തം തെരഞ്ഞെടുപ്പ് ചുമതല നോക്കേണ്ട ആളാണ്, ഒരു ചുരുക്കപ്പട്ടിക തന്നാൽ നോക്കാം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ രാജീവായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. പക്ഷേ എൻ്റെ നയരൂപീകരണത്തിലൊക്കെ സാധ്യത സ്ട്രോങ് ആയിട്ട് ഇടപെട്ടിരുന്ന ഒരു കാലം സ്വകാര്യമായിട്ടാണെങ്കിലും വല്ല ചെറുതായിട്ട് വല്ല സജഷൻസും അല്ലാതെ നമ്മൾ ഇത് ചെയ്യില്ല. പക്ഷെ ബാബു തോറ്റാ കൊള്ളാമെന്ന് എനിക്കുണ്ടായിരുന്നു, എൻ്റെ നാടല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഞാൻ കൊടുത്ത ചുരുക്കപ്പട്ടികയിൽ സത്യത്തിൽ ഡോക്ടർ ഗംഗാധരൻ അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഡോക്ടർ KK വിജയകുമാർ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് ജെറി അമൽദേവ് പോലും ഉണ്ടായിരുന്നു എന്നൊരു സംശയം. വളരെ ഓഫ് ബീറ്റ് ആയിട്ടുള്ള ഒരു പട്ടികയാണത്. അതിൽ സ്വരാജ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ബാലനൊക്കെ സംബന്ധിച്ചിരുന്നെങ്കിൽ ഞാൻ സുനിൽ പി ഇളയിടത്തിന് നിർദ്ദേശിച്ചിരുന്നു.
അപ്പോൾ രാജീവ് എടുത്ത വായിക്ക് പറഞ്ഞു രാജിവെച്ചൊക്കെ വരാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. രാജീവിന് സത്യത്തിൽ താല്പര്യം ഉണ്ടായിരുന്നു താനും പേഴ്സണലി. അപ്പം അങ്ങനെ അവസാനം പല ഈ ആളുകളൊക്കെ മാറിപ്പോയി അവസാനം വന്നയാളാണ് സ്വരാജ്. തൃപ്പൂണിത്തുറയിൽ വേറൊരാൾ അങ്ങനെ ഇറക്കി കൊണ്ടുവന്നതാണ് അല്ലേ, ഇറക്കുമതി ചെയ്തത് തന്നെയാണ്. അല്ലാതെ ഇവിടെ വരാൻ വേറെ സാഹചര്യങ്ങളൊന്നും ഉണ്ടായില്ല, വേറെ ഒന്നുമില്ല ഇവിടെ. പാർട്ടി തീരുമാനപ്രകാരം കൊണ്ടുവന്നിറക്കിയതാണ്. വേറൊന്ന് ഇവൻ എന്തുകൊണ്ട് എന്നെ എന്നും ഒരു ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത്, എന്തുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ പോലും സ്വരാജ് തോറ്റു. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ മീഡിയയിൽ വന്നിരുന്ന് നമ്മൾ എന്ത് കാണിക്കുന്നു എന്നതല്ല, ജനത്തിന് പ്രത്യേകിച്ച് ഏത് മണ്ഡലത്തിൽ നമ്മൾ നിന്ന് കൊടുത്താലും ജനത്തിന് ഒരാളെ അസസ് ചെയ്യാനുള്ള ശേഷി വളരെ കൂടുതലാണ്. അവർ ഈ ലൈം ലൈറ്റിൽ നമ്മൾ കാണിക്കുന്നതല്ല, അതിനപ്പുറത്ത്. ഇപ്പോൾ സ്വരാജിൻ്റെ ഒരു ഈ വളർന്നു വന്ന കാലത്തെയുള്ള വിലയിരുത്തൽ ഏറ്റവും സ്ട്രോങ് ആയൊരു വാദം ഈ VS-ഉമായിട്ടുണ്ടായ സംവാദമാണ് ഒന്ന്. പിന്നെ സിന്ധു ജോയി മാത്രമല്ല, ഇപ്പോൾ SFI കാലത്ത് സ്വരാജ് സംഘടനാ തലത്തിൽ ഒരു ലീഡറുടെ സംസ്കാരം എന്ന നിലയിൽ നല്ല പേരല്ല ഉണ്ടാക്കിയത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകണ്ട. മാഷെ ആ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് പോകാൻ വയ്യാട്ടോ എന്ന് എനിക്ക് വളരെ വേണ്ടപ്പെട്ട വളരെ അടുപ്പമുള്ള SFIയുടെ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെയുള്ള പെൺകുട്ടികൾ പറയാറുണ്ട്. അതാണ് ഒന്ന്. തൃപ്പൂണിത്തുറ കാലത്തേക്ക് വന്നാൽ ഒരു പോസ്റ്റ് എലക്ഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ തോറ്റതിന് ശേഷം കഴിഞ്ഞ ഇലക്ഷനിൽ തോറ്റതിന് ശേഷം പോലും ഇപ്പോൾ CPM-ലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കനുസരിച്ച് ഈ പർട്ടിക്കുലർ ഇലക്ഷന് തൊട്ട് മുമ്പ് ഈ ചാനലിലൊക്കെ എൻ്റെ നാട്ടിലെ MLA എന്നുള്ള നിലയ്ക്ക് ഈ സ്വരാജ് സംസാരിക്കുമ്പോഴൊക്കെ ആ മറ്റേ പാലാരിവട്ടം പാലം തകർന്നതിനെ പറ്റി പിന്നെ പാലത്തിന് സബ് കോൺട്രാക്റ്റ് കൊടുത്താൽ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഏതൊക്കെയോ അഴിമതിയൊക്കെ അത് ന്യായീകരിക്കുമ്പോൾ ഈ കുണ്ടന്നൂർ പാലത്തിന് സബ് കോൺട്രാക്റ്റ് എന്നൊക്കെ പറഞ്ഞൊരു ശൈലിയൊക്കെ ആയിട്ട് വന്നിരുന്നു. പറയുന്നത് ധാർഷ്ട്യമാണെന്നും ചില സമയത്ത് മണ്ടത്തരമാണെന്നും ഒക്കെ ഉള്ള തോന്നലാണ് നാട്ടിലുണ്ടായിരുന്നത്. അല്ല, അതെനിക്ക് തോന്നിയത് ഈ സ്വരാജിൻ്റേത് ഈ വാചാലതയും ഈ എന്താ പറയുക പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞൂടാ, ഈ സംഘടനാപരമായ ധാർഷ്ട്യവും ഇത് രണ്ടും ചേർന്നതാണ്. മാത്രമല്ല ഇപ്പോൾ പൊതുവെ ഈ സഖാക്കളിൽ പ്രത്യേകിച്ച് കണ്ണൂർ നിന്നുള്ള സഖാക്കളിലൊക്കെ കാണുന്ന ആ ഒരു പിണറായി ശൈലി, ഒരു പിണറായിസമാണ്. ആ പിണറായിസത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഒത്ത പുതിയ തലമുറയിലെ ഒരു ശിഷ്യന് ഡിസൈപ്പിളാണ്, ശരിക്കുള്ള പിണറായിയുടെ ലക്ഷണമൊത്ത ഡിസൈപ്പിളാണ് എന്ന് സ്വരാജിനെ കുറിച്ച് പറയാം. ബാക്കിയൊക്കെ അതിൻ്റെ ഒരു അലങ്കാരത്തിന് വേണ്ടി ആളുകളെ പറ്റിക്കാനുള്ള നമ്പർ മാത്രമാണ്. ഇനി മാധ്യമ മേഖലയിൽ ആയി ബന്ധപ്പെട്ട ഒരു വിവാദം സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാറിന് കൂടി ബന്ധമുള്ള ഒരു കുടുംബം മാധ്യമ കുടുംബമായതുകൊണ്ട് ഞാൻ പറയാം, മനസ്സിലായി. അത് ആരും എനിക്ക് തോന്നുന്നു ഇടതുപക്ഷ CPM ഇതുവരെ അതിന് മറുപടി പറയും, ഇതുവരെ എന്നല്ല ആ കാലത്ത് പോലും ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. ഗത്യന്തരമില്ലാതെ ഇവൻ തന്നെയാണ് സൗഹൃദമൊക്കെ ആവാം എന്ന രീതിയിൽ. മാത്രമല്ല അതിൻ്റെയൊക്കെ വീഡിയോ പോലും അന്ന് മാധ്യമങ്ങൾ വലിയ തോതിൽ പ്രചരിച്ചിരുന്നു. സാറിന് ഓർമ്മയുണ്ടല്ലോ ആ കേസ്. അപ്പോൾ ഇതൊക്കെയാണ് സ്വരാജ് എന്ന് മറ്റാരെക്കാളും നന്നായി തൃപ്പൂണിത്തുറക്കാർ മനസ്സിലായി. എന്നിട്ടാണ് ബാബുവിനോട് പോലും തോറ്റത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ബാബു ജയിച്ചിട്ടും, ജനാധിപത്യത്തിലെ മര്യാദയല്ലേ, ബാബു ജയിച്ചിട്ടും ബാബുവിനെ വിട്ടുകൂടാ, ജയിക്കാൻ വിടൂല, അംഗീകരിക്കൂല എന്നൊക്കെയുള്ളൊരു മനസ്സുകൊണ്ടാണ് ഈ കേസും കൊണ്ട് എത്ര കാലമായി നടക്കുന്നത്. മാത്രമല്ല ഈ അതിൽ BJP സ്ഥാനാർത്ഥിക്ക് വലിയ റോളില്ല താനും. കാരണം അത് ഡോക്ടർ KS രാധാകൃഷ്ണനാണ് മത്സരിച്ചത്. അദ്ദേഹത്തിന് 25,000-ന്റെ അടുത്ത് വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതിന് മുമ്പ് തുറവൂർ വിശ്വംഭരന് അതിനേക്കാൾ കൂടുതൽ 4,000 വോട്ട് കിട്ടിയിരുന്നു. അപ്പോൾ ഒരുപാട് വോട്ട് ഈ സ്വരാജ് തോൽക്കാൻ മാത്രമുള്ള വോട്ടൊന്നും പിടിച്ചിട്ടില്ല ബാബു. പക്ഷെ എല്ലാ മേഖലയിലും അല്ല, ബാബുവിന് ഇതെല്ലാം ഉണ്ടല്ലോ. സാമുദായിക രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയം തന്നെയുണ്ട്, എത്രയോ കാലത്തെ പാരമ്പര്യമുണ്ട്, പിന്നെ നല്ല സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഒക്കെ ഒരു ബേസും ഉണ്ടല്ലോ, നാടുവാണ്. അല്ല, അദ്ദേഹം അങ്കമാലിക്കാരനാണ്. അങ്കമാലിക്കാരനാ? അപ്പോൾ തൃപ്പൂണിത്തുറ അല്ല. അദ്ദേഹം AC ജോർജ് ഇല്ലേ, പഴയ AC ജോർജിന്റെ കൂടെ നടന്ന് രാഷ്ട്രീയത്തിലെത്തിയ ഒരാളാണ്. ഇപ്പോഴും അങ്കമാലി തന്നെയാണ് താമസം? അല്ല, തൃപ്പൂണിത്തുറ സെറ്റിൽ ചെയ്താണ്. അപ്പോൾ രണ്ടുപേരും വരത്തന്മാരാണ് ശരിക്കും. അപ്പോൾ ഇപ്പോൾ
ഇപ്പോൾ ഒടുവിൽ വന്ന വിധി എന്ന് പറഞ്ഞാൽ അത് ഒന്നാമത് അത്തരം ദുർബലമായ വാദങ്ങളുമായിട്ടാണ് കോടതി പോയതെന്ന് എനിക്ക് അന്നേ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ എളുപ്പമല്ലല്ലോ. ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ തൻ്റെ അനുയായികൾ അല്ലെങ്കിൽ ഏതൊക്കെ വീട്ടിൽ ഏതെല്ലാം തരം നോട്ടീസുകൾ, ഏതെല്ലാം തരം പ്രചാരവേല, അതിൻ്റെ എല്ലാത്തിൻ്റെയും A to Z അക്ഷരം പ്രതി സ്ഥാനാർത്ഥി ശ്രദ്ധിച്ചുകൊള്ളണം എന്നില്ലല്ലോ. അത് തെളിയിക്കേണ്ട ബാധ്യത. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ്, അദ്ദേഹം തന്നെ കൊടുത്തതാണ് ഈ നോട്ടീസ്, അതിൽ അയ്യപ്പൻ്റെ ചിത്രം ഉണ്ടായിരുന്നു എന്നൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റും. കോടതിയിൽ സാധിച്ചില്ലല്ലോ. ഇപ്പോൾ അതെവിടെയാണ് അച്ചടിച്ചതെന്നൊന്നും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ഉറപ്പല്ലേ? അപ്പോൾ ബാബു പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന ആ പീരീഡ് ഈസ്റ്റർ ദിവസം മറ്റുമായിരുന്നു. ബാബു പറയുന്ന അങ്ങനെയാണ്. അന്ന് പ്രവർത്തിച്ചിട്ടില്ല ഇവര് കോൺഗ്രസ്സുകാർ. ഈസ്റ്റർ അല്ലേ, എന്തിനാ നമ്മൾ ഇറങ്ങുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് പാർട്ടിക്കാർ തന്നെ തയ്യാറാക്കിയിട്ട് ബാബുവിൻ്റെ ആണെന്നും പറഞ്ഞ് പലയിടത്തും കൊണ്ട് ആയിരിക്കാം എന്നാണ് ബാബു പറയുന്നത്. ആയിരിക്കാം സാർ. അതും അല്ലെങ്കിൽ ഇപ്പോൾ ബാബുവിനെ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയമായി ഈ സ്വരാജിൻ്റെ വാചകത്തേക്കാൾ ബാബുവിന് ബുദ്ധി കാണുമല്ലോ. കാരണം അത് ബുദ്ധിപൂർവ്വം ചെയ്തതാവാം, പ്രസിൻ്റെ പേരില്ലാതെ തെളിയിക്കാതെ. അല്ലെങ്കിൽ ഈസ്റ്റർ ദിവസം ഒരു വർക്കും വേണ്ടാന്ന് ഔദ്യോഗികമായി തീരുമാനിച്ചിട്ട് തന്നെ ഇതെത്തിക്കേണ്ടടുത്ത് എത്തിക്കാമല്ലോ. ഞാൻ പറഞ്ഞു ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളതല്ല. ശബരിമല ഇഷ്യൂ ഒക്കെ കത്തി നിൽക്കുന്ന ഒരു സമയത്ത് അയ്യപ്പനെ ഒരു തെരഞ്ഞെടുപ്പ് ഇഷ്യൂ ആക്കുന്നതിൽ കേരളം പോലൊരു സംസ്ഥാനത്ത് ആരെയും കുറ്റപ്പെടുത്താനും കഴിയില്ല. അപ്പോൾ ശബരിമലയിൽ ഇടതുപക്ഷം സ്വീകരിച്ച നിലപാട് തെറ്റായിരുന്നു എന്ന് പിന്നീട് ഇടതുപക്ഷം തന്നെ അംഗീകരിച്ചില്ലേ? ഇതിൻ്റെ അകത്ത് എനിക്ക് പെട്ടെന്ന് ഈ ബാബുവിൻ്റെ വിധി വന്നപ്പോൾ ഓർമ്മ വന്നത് ഇപ്പം മീററ്റിൽ സ്ഥാനാർത്ഥിയായ അരുൺ ഗോവിലിനെയാണ്. അദ്ദേഹം രാമായണം പരമ്പരയിൽ രാമനായിട്ട് അഭിനയിച്ച ആളാണ്. അങ്ങേരെ അവിടെ ഫ്ലക്സ് ബോർഡൊക്കെ അദ്ദേഹം രാമായണം പരമ്പരയിൽ അഭിനയിച്ച രാമൻ്റെ ഫ്ലക്സ് ബോർഡുകൾ വെക്കുന്നു എന്ന് വെക്കുക. അത് തെരഞ്ഞെടുപ്പിൽ മതേനെ ഉപയോഗിച്ചാണെന്ന് പറഞ്ഞാൽ എങ്ങനെ? ഒരു രക്ഷയുണ്ടാവില്ല. അത് അയാളുടെ പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്, അയാളുടെ കലാപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ കാണേണ്ടതേ ഉള്ളൂ അതിനെ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ശബരിമല ഇഷ്യൂവിൽ കേരളത്തിലെ ഇടതുപക്ഷം വലിയ വില കൊടുക്കേണ്ടി വന്നു എന്ന് ഘോരമായിട്ട് അതല്ല എന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന എം സ്വരാജിന് തന്നെ നെഞ്ചത്തിട്ട് ഒരു അടി കേരളം കൊടുത്തു എന്നതിനർത്ഥമുള്ളൂ. ഈവൻ ബാബുവിനോട് തോറ്റു എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. കേരളത്തിൽ അന്ന് കോൺഗ്രസ്സിൽ ആലോചിച്ച് നോക്കൂ, കോൺഗ്രസ്സിൽ അന്ന് ഏറ്റവും നന്നായിട്ട് ഈസിയായിട്ട് അടിച്ചു വീഴ്ത്താമായിരുന്ന തരത്തിലുള്ള ഒരു ഇമേജുമായിട്ടാണ് അഹമ്മദ് വിചാരിച്ചതുപോലെ ഇത് ബാബുവിനെതിരെ മാത്രമല്ല സ്വരാജ് കേസ് കൊടുത്തത്. സ്വരാജ് തൃപ്പൂണിത്തുറയിൽ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന CN സുന്ദരൻ, അവിടുത്തെ ഏരിയ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി മെമ്പറും ഒക്കെ ആയിട്ടുള്ള അത്തരം തെരഞ്ഞെടുപ്പ് ചുമതലയൊക്കെ ഉണ്ടായിരുന്ന ആളുകൾക്കെതിരെ ഒക്കെ പാർട്ടിയിൽ കേസ് കൊടുത്തിരുന്നു. അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണല്ലോ. ഇവർക്കെതിരെയൊക്കെ നടപടിയെടുക്കുന്ന മറ്റേ തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര ശ്രദ്ധ വെച്ചില്ല. 992 വോട്ടിനോ മറ്റോ ആണല്ലോ തോറ്റിരിക്കുന്നത്. അങ്ങനെ പാർട്ടിക്കകത്തും ഒരു പോരാട്ടം നടത്തി. പോരാട്ടം എന്നല്ല, ഈ പാർട്ടിക്കകത്ത് ഡബിൾ കോട്ടിൽ പോരാട്ടം. അധികാരപ്രമത്തത കൊണ്ട് തലക്ക് പിടിച്ച് ഈ ഒരുതരം ഫ്യൂഡൽ പിണറായിസം പാർട്ടിക്കകത്ത് നടപ്പാക്കാൻ പിണറായിയുടെ ലക്ഷണമൊത്ത പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അപകടകാരിയായ ഒരു യുവ നേതാവിനെയാണ് എം സ്വരാജിൽ കാണേണ്ടത്. സ്വരാജ് ജനാധിപത്യത്തെ അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, സ്വരാജ് ജയിക്കുന്നതിനേക്കാൾ അപകടമാണ് തോറ്റാൽ. കാരണം തോറ്റവനെ സ്വരാജിനെ തോൽപ്പിച്ചവരോട് തോറ്റവൻ ജയിച്ചവൻ്റെ കൈപിടിച്ച് കുലുക്കേണ്ട സംസ്കാരത്തിനാണല്ലോ നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്. ആ സംസ്കാരം സ്വരാജിന് ആലോചിക്കാൻ പറ്റില്ല എന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്. തൃപ്പൂണിത്തുറക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ അവസാനമായിട്ട് പറയാനുള്ളത്, നമ്മൾ ഒരു സങ്കല്പ അവസ്ഥ കാണുക. ഈ മറ്റേ ബാബു തോറ്റുപോയി, വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, സ്വരാജ് തന്നെ നിൽക്കുന്നു എന്ന് കരുതുക. എങ്കിലും സ്വരാജ് തോൽക്കുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും അതാണ് സാധ്യത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.